ഹായ് ഓൾ. ഈ ജോയിൻ്റ് ഏതാണെന്ന് മനസ്സിലായോ? സാക്രോ ഇലിയാക് ജോയിൻ്റ്. ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകാറുണ്ടോ? അങ്ങനെ വേദനയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ മൊബിലൈസേഷൻ ടെക്നിക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മുടെ നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തെ സാക്രം എന്ന് പറഞ്ഞ ഭാഗം ഇടുപ്പിൻ്റെ അസ്ഥിയായ ഇലിയവുമായിട്ട് ചേരുന്നു. അതായത് ഹിപ്പ് ബോണിൻ്റെ ഒരു ഭാഗമാണ് ഇലിയം. അതുമായിട്ട് ചേരുമ്പോഴാണ് സാക്രോ ഇലിയാക് ജോയിൻ്റ് ഉണ്ടാകുന്നത്. ഈ ജോയിൻറ്റിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തെ ഭാരം കാലുകളിലേക്ക് തുല്യമായി വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ. ഇതുകൂടാതെ നടക്കുമ്പോഴും ഓടുമ്പോഴും നട്ടലിനുണ്ടാകുന്ന ആഘാതം അല്ലെങ്കിൽ ഷോക്ക് കുറയ്ക്കാനായിട്ട് ഈ ജോയിൻറ്റ് സഹായിക്കുന്നു. ഈ ജോയിൻറ്റ് മൊബിലൈസ് ചെയ്യാനായിട്ടുള്ള എക്സർസൈസിൻ്റെ പേരാണ് പുഷ് പുൾ വ്യായാമം. ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം തറയിലോ കട്ടിലിലോ മലർന്ന് കിടക്കുക. രണ്ട് കാലുകൾ മുട്ടുമടക്കി ഉയർത്തുക. പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ചെറിയ സ്റ്റിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒരു കൈ കൊണ്ട് സ്റ്റിക്ക് മുട്ടിൻ്റെ മുകളിലൂടെയും മറ്റേ കൈ കൊണ്ട് താഴെയായിട്ടും പിടിക്കുക. ഒരു കാല് സ്റ്റിക്കിലേക്ക് അമർത്താനും മറ്റേ കാൽ സ്റ്റിക്കിൽ നിന്ന് വലിക്കാനും ശ്രമിക്കുക. ഇത് പേശികളെ സന്തുലിതമാക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി നമ്മൾ എത്ര നേരം ഇതിനെ ഹോൾഡ് ചെയ്യണം? നമ്മൾ സ്റ്റിക്കിൽ അമർത്തുന്നതും വലിക്കുന്നതും ഒരേ സമയം ഏകദേശം 5 മുതൽ 10 സെക്കൻഡ് വരെ പിടിച്ചു വെക്കുക. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം? 3 മുതൽ 5 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇടയ്ക്ക് നമ്മളൊരു റെസ്റ്റ് ടൈം കൊടുക്കണം. കുറച്ച് സെക്കൻഡ്, ഒരു 3 to 5 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വേദന ശ്രദ്ധിക്കുക. വ്യായാമം ചെയ്യുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെട്ടാൽ ഉടൻ നിർത്തുക. ബലം എന്ന് പറയുന്നത് അമിതമായ ബലം പ്രയോഗിക്കാതെ മിതമായ രീതിയിൽ മാത്രം തുടങ്ങുക. പിന്നെ ബ്രീത്തിങ് എന്ന് പറയുന്നത് വ്യായാമത്തിനിടയിൽ ശ്വാസം പിടിച്ചു വെക്കാതെ സാധാരണ നിലയിൽ നമ്മൾ ശ്വസിക്കുക. ഇനി നമ്മൾ കിടക്കുന്ന ആ സർഫസിൻ്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത് നട്ടലിന് ശരിക്കും ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നല്ല ഉറപ്പുള്ള പ്രതലത്തിൽ കിടക്കുക. ചലനങ്ങളെന്ന് പറയുന്നത് വളരെ സാവധാനത്തിലും കൺട്രോൾഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ സർജറി ചെയ്തവരോ അല്ലെങ്കിൽ നട്ടലിന് എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർ ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ എക്സർസൈസ് ചെയ്യരുത്.